നമുക്കറിയാം, മദ്യവിൽപ്പന ഓൺലൈനാക്കാൻ ബെവ്കോ ആലോചന തുടങ്ങിയതോടെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. മദ്യം ഓൺലൈനായി നൽകാനുള്ള തീരുമാനത്തെ പൊതുജനം എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. നമുക്കൊപ്പം വയനാട് നിന്ന് ലെനറ്റ് വർഗീസും കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും ചേരുകയാണ്. ആദ്യം ലെനറ്റിലേക്ക്. ലെനറ്റ്, എന്തായാലും നാട്ടുകാർക്ക് അത് ഈ തരത്തിൽ ഒരുപാട് മദ്യവിൽപ്പന ഉണ്ടാകും എന്നൊരു ആശങ്കയൊക്കെ ഒരു ഭാഗത്തുണ്ടാകും. എന്തായാലും മദ്യം വാങ്ങുന്ന ആളുകൾക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയൊക്കെയുണ്ട്. എന്തായാലും ആളുകൾ എന്താണ് പറയുന്നത്? തീർച്ചയായും രുചീഷ്, ഇവരിതിനെ അനുകൂലിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ ബ്യൂറേജിന് തൊട്ട് മുന്നിലായിട്ടാണ്. നമുക്ക് കാണാൻ ഇവിടെ ആളുകളൊക്കെ മദ്യം വാങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നവർ നമ്മോടൊപ്പം കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇവരുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവർക്ക് വീടുകളിലേക്ക് എത്തുന്നതാണ് ഏറ്റവും കൂടുതൽ സൗകര്യം എന്നാണ് പറയുന്നത്. ഇവരുടെ കഷ്ടപ്പാടുകൾ കുറയുമെന്നാണ് പറയുന്നത്. ചേട്ടാ, എന്താ അഭിപ്രായം? നമ്മൾ കൂലിപ്പണിക്കാരാ. ഞങ്ങൾ കൂലിപ്പണി കഴിഞ്ഞിട്ട് വൈകുന്നേരം സാധനം മേടിക്കാൻ നിൽക്കുന്നുണ്ട്. ഏത് അത് താഴെ ഇറങ്ങിയിട്ട് എന്താ മേടിച്ചത് പിടിക്കുന്നുണ്ട് എക്സൈസുകാർ. ഏത് ബാഗ് തുറന്ന് കാണിച്ച് അവർ ഒരു എക്സൈസുകാർ ഇവിടെ നിൽക്കട്ടെ. വീട്ടിലോട്ട് എത്തുമ്പോൾ ഈ പ്രശ്നം മാറും. വീട്ടില് ഐ ഡോണ്ട് വരി. ചേട്ടാ, ഇത് 3 മണിക്കൂറിനുള്ളിൽ നമ്മുടെ വീടുകളിലേക്ക് മദ്യം എത്തുന്നു. നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറണ്ട, ഇങ്ങോട്ട് യാത്ര ചെയ്യേണ്ട, എല്ലാം സുഖകരമായിരിക്കും. എന്താ അഭിപ്രായം? അത് സംഗതി റെഡിയാ. അത് ചെയ്തു തന്നാലേ അത്രയും ഉപകാരം. സന്തോഷമാണ്. യോജിക്കുന്നു. വീട്ടിക്ക് ആവണ്ട. വീട്ടിക്ക് ഫാമിലി പ്രോബ്ലം. അത് വെള്ളടിക്കുന്ന സാധനവും ഇവിടെ ലൈൻ പ്രശ്നം ഒന്ന്. ഇത് റോഡിൽ പോണ സമയത്ത് ഈ പാവപ്പെട്ട കൂലിപ്പണിക്കാർ ജസ്റ്റ് പോവും. ഒരു ഗ്ലാസ് വെള്ളം ഒളിക്കുന്നു, അവർക്ക് 3000 ഫൈൻ ഇടുന്നുണ്ട്. ബാഗ് തുറന്ന് കാണിക്കുന്നുണ്ട്. അത് അവര് പറയുന്ന സ്ഥലത്തേക്ക് സർക്കാർ അല്ലെങ്കിൽ ബിവറേജ് കോർപ്പറേഷൻ എത്തിക്കുകയാണെങ്കിൽ സന്തോഷം. ചേട്ടന്റെ അഭിപ്രായം? തീർച്ചയായിട്ടും നല്ല കാര്യമല്ലേ. വീട്ടിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ സുഖവും. പിന്നെ ഇതേമാതിരി ഫൈൻ കൊടുക്കണ്ട. വണ്ടിക്കൂലി താഴേന്ന് ജയത്രന്റെ അവിടെ നിന്ന് ഇവിടേക്ക് വണ്ടിക്കൂലി 40 രൂപ, 80 രൂപയാണ് പോയി തിരിച്ചു വരുന്നതിന് വണ്ടിക്കൂലി. ഏറ്റവും സുഖം മേപ്പാടി പോകുന്ന. മേപ്പാടിക്ക് 16 രൂപയുള്ളൂ വണ്ടിക്കൂലി. 38 രൂപയെ വരുള്ളൂ തിരിച്ചു വരാൻ. ഇവിടേക്ക് കൽപ്പറ്റ വന്ന് തിരിച്ചു പോകുന്നതിന് 80 രൂപയാണ് വണ്ടിക്കൂലി. വണ്ടിക്കൂലി ലാഭിക്കാന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും വണ്ടിക്കൂലി എല്ലാം കൊണ്ട് സുഖമാണ്. പിന്നെ ആവശ്യമില്ലാത്ത എക്സൈസിന്റെ ഈ തെരച്ചിൽ അങ്ങനത്തെ കാര്യങ്ങൾ, എക്സൈസിന്റെ പോലീസിന്റെ ഇതൊക്കെ ഒക്കെ ഇത് തന്നെ. അപ്പൊ ആരെങ്കിലും വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ നോക്കൂ, അല്ല ഊതാൻ പറയും, എന്നിട്ട് ഇതാക്കും. വെറുതെ ആവശ്യമില്ലാത്ത സംഗതി അളവുണ്ടല്ലോ മാം, ഒരു അളവുണ്ടല്ലോ ഇവിടെ. കൃത്യമായ അളവ് ഇതിനകത്ത് പാലിക്കണമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അത് എന്താണെന്നുള്ള കണക്ക് എക്സൈസുകാർക്ക് തന്നെ അറിയില്ല. സത്യത്തിൽ ഇവിടെ വരുന്ന എക്സൈസുകാർക്ക് തന്നെ അറിയില്ല ഇവിടെ എന്താണ് എങ്ങനെ പിടിക്കേണ്ടതെന്നുള്ളത് തന്നെ അറിയില്ല. അല്ല, ഈ ആപ്പ് വഴിയാണ് ഇത്തവണ ഈ മദ്യം വീട്ടിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൃത്യമായ അളവ് ഒക്കെ തന്നെ ആയിരിക്കും. അതിനോട് യോജിക്കുന്നു. ഈ 3 ലിറ്റർ തന്നെ മതിയോ? മതി, അത് മതി. നമുക്ക് കൂടുതലൊന്നും വേണമെന്നില്ല. ആ അളവ് കറക്റ്റ് ആവണോ? ഒരു ദിവസം വേണ്ട രീതിയിൽ കിട്ടിയാൽ മതി. തീർച്ചയായിട്ടും 3 ദിവസം വേണം അടിക്കുക. 3 ലിറ്റർ വാങ്ങിയാലും അതിപ്പോ ഒരുമിച്ച് ഓരോ ദിവസം വരുന്നതിൽ നിന്ന് കുറച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരു 3 ദിവസത്തേക്കുള്ള മേടിച്ചു വെക്കാൻ പറ്റുമെന്നാണോ? ഏറ്റവും നല്ലത്. അല്ലാതെ പിന്നെ ഡെയിലി വന്നിട്ട് വാങ്ങിച്ചിട്ട് ഒരു കാര്യം കൂടി അങ്ങനെ കഴിക്കുന്ന ആൾക്കാരും അല്ല. നല്ല സ്ഥിരം കഴിക്കുന്നതാണ്. പക്ഷെ സാധനം ഇവിടുന്ന് കിട്ടുന്ന അതനുസരിച്ച് അളവ് ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഒരു അളവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലത്. നമ്മൾ യോജിക്കുന്നു. ശരിലിനറ്റ്, എന്തായാലും വയനാട് നിന്നുള്ള പ്രതികരണം കാണുന്നുണ്ട്. കാരണം കൂലിപ്പണിക്കാരായ ആളുകൾക്കൊക്കെ ക്യൂ നിൽക്കുന്നതിലുള്ള പരാതിയാണ് പറയുന്നത്. എന്തായാലും വീട്ടിലേക്ക് മദ്യം എത്തുന്നത് സന്തോഷമെന്നാണ് അവിടെ നിന്നുള്ള പ്രതികരണം. നമുക്ക്